എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് എക്സസൈസ് 1.1 കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യന്റെ ബാക്കിയാണ്. 8th ക്വസ്റ്റ്യൻ, അതേപോലെ 9th, 10th ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഷോ ദാറ്റ് ദി റിലേഷൻ ആർ ഇൻ ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 given by r equal to set of all ab such that mod a minus b is even is an equivalence relation. അതാണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനകത്ത് കുറെ പാർട്ട് ഉണ്ട്. ഷോ ദാറ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് സെറ്റ് 1 3 5 are related to each other and all the elements of set 2 4 are related to each other, but no element of set 1 3 5 is related to any element of 2 4. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യന് ഓരോരോ ഭാഗങ്ങളായിട്ട് സോൾവ് ചെയ്യാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് എന്താണ് ഒരു സെറ്റ് തന്നിട്ടുണ്ടല്ലേ. അതായത് ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സെറ്റ് എന്താണ് 1 2 3 4 5. ഓക്കെ, സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു റിലേഷനെ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് മോഡ് എ മൈനസ് ബി ഈസ് ഈവൻ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ. ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇത് റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം ആദ്യം, പിന്നെ സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്താണ് ഈ റിലേഷന്റെ പ്രത്യേകത? ഈ റിലേഷനകത്തിലെ പെയറിന്റെ എല്ലാം മോഡുലസ് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈവൻ നമ്പർ കിട്ടണം. അങ്ങനെയുള്ള ഓഡേറ്റേഴ്സ് ആണ് ഈ റിലേഷനകത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾക്ക് ഈ സെറ്റിനകത്തില് ഇപ്പം ഫോർ എക്സാമ്പിൾ 1ഉം 5ഉം, ഞാൻ 1ഉം 5ഉം ഓഡേറ്റ് പെയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് ഈ ആറിനകത്ത് വരും. കാരണം എന്താണ്? ഈ 1ന്റെ 5ന്റെ മോഡുലസ് ഡിഫറൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ മോഡുലസ് 1 മൈനസ് 5 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? മോഡ് മൈനസ് 4. അത് 4. ഇതെന്താ ഒരു ഈവൻ നമ്പർ അല്ലേ? ഈ 4 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 1 5 എന്ന് പറയുന്ന പെയർ ഈ ആറിനകത്തിൽ വരുന്നുണ്ട്. ഇനി വേറെ ഒന്ന് നോക്കാം. ഇപ്പൊ ഞാൻ 1ഉം 4ഉം എടുക്കുമെന്ന് വിചാരിക്കാം. അപ്പൊ 1ഉം 4ഉം അല്ലെ? ഈ 1ഉം 4ഉം എടുത്താൽ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. മോഡ് 1 മൈനസ് 4. അപ്പൊ നിങ്ങൾക്ക് എത്ര വരുന്നത്? മോഡ് മൈനസ് 3 ആണ്. അത് നിങ്ങൾക്ക് 3 എന്ന് കിട്ടും. പക്ഷെ ഇത് ഒരിക്കലും ഒരു ഈവൻ നമ്പർ അല്ല. നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 1 4 എന്ന് പറയുന്നത് ഒരിക്കലും ഇതിനകത്തിൽ വരത്തില്ല. അപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? മോഡ് എ മൈനസ് ബി ഈവൻ ആയിരിക്കണം. അങ്ങനെയുള്ള പേരുകൾ മാത്രമേ ഇതിനകത്തിൽ വരാവൂ. ഈ സെറ്റിലുള്ള എലമെന്റ്സുകളൊക്കെ നമുക്ക് എടുക്കാനും പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഇത് റിഫ്ലക്സീവ് ആണെന്നുള്ളതാണ്. ഓക്കെ, റിഫ്ലക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്തൊക്കെ എലമെന്റ്സ് ഇതിൽ വരുന്നുണ്ടോ നോക്കണം. 1 1 ഇതിനകത്തിൽ വരുന്നുണ്ടോ നോക്കണം. അതേപോലെ 2 2 വരുന്നത് നോക്കണം. 3 3 അല്ലെ? പിന്നെ 4 4 5 5. ഇത്ര എലമെന്റ്സ് ഈ ആറിനകത്തിൽ വരുവാണെങ്കിൽ ഇത് റിഫ്ലക്സീവ് ആണെന്ന് പറയാം. 1 1 വരുന്നുണ്ടോ നോക്കാം. 1 1 വരുന്നുണ്ടോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബിയും 1 തന്നെയാണ്. മോഡ് 1 മൈനസ് 1 അതെത്ര വരുന്നത്? 0 ആണ്. ഈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പർ അല്ലേ? 0 ഈവൻ നമ്പർ ആണല്ലോ. യെസ്, 0 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 1 1 എന്ന് പറയുന്ന പേർ ഇതിനകത്ത് വരുന്നുണ്ട്. 1 1 ബിലോങ്സ് ടു ആർ ആണ്. 1 1 ബിലോങ്സ് ടു ആർ അല്ലെ? അതേപോലെ നിങ്ങൾ 2ഉം 2ഉം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. മോഡ് 2 മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുന്നത്. ആ 0 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ് അല്ലെ? ഈ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2 4 6 8 അല്ലെ? ഇതാണ് നമ്മുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഈവൻ നമ്പേഴ്സ് പഠിച്ചിട്ടുള്ളത്. ചെറിയ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ 2 ന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതിന് പുറകിലോട്ടും കുറെ ഈവൻ നമ്പേഴ്സ് ഉണ്ട്. അത് ഈ കൊച്ചു പിള്ളേരൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാം പറയാൻ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ 2 4 6 8 ഒക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷെ ഇതിന്റെ പുറകിലുണ്ട് കേട്ടോ. അതായത് ഈ 0 എന്ന് പറയുന്ന ഈവൻ നമ്പറാണ്. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. നെഗറ്റീവ് നമ്പേഴ്സ് കിടപ്പില്ലേ? -2 എടുക്കാം, -4 എടുക്കാം. ഇങ്ങനെ ഈവൻ നമ്പേഴ്സ് പോസിറ്റീവും നെഗറ്റീവും 0യും അങ്ങനെ എല്ലാം വരുന്നുണ്ട്. എന്താണ് നമ്മൾ പൊതുവെ ഈവൻ നമ്പറിനെ അങ്ങനെ വിളിക്കാൻ കാരണം എന്താ? അതായത് ഈ നമ്പേഴ്സിനെയൊക്കെ നമ്മൾ ഈവൻ എന്ന് പറയാൻ കാരണം എന്താ? ഇതിനെല്ലാം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഈവൻ നമ്പർ എന്ന് നമുക്കൊരു നമ്പറിനെ വിളിക്കണമെങ്കിൽ ആ നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അല്ലെ?
എ നമ്പർ വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 2 ഈസ് ആൻ ഈവൻ നമ്പർ. നിങ്ങൾ നോക്കി ഇതിനെല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 0യും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 0 ഈസ് ആൻ ഈവൻ നമ്പർ. -2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, -4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ ആ 0യുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 0 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഈ 3 ഇതിനകത്ത് വരും, 4 വരും, 5 വരും, അങ്ങനെ എല്ലാം ഇതിനകത്ത് വരും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഒരു റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എഴുതാം. റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്നുള്ളതിന്റെ റീസൺ എഴുതാം. ഒന്നാമത്തെ അല്ലെ എന്താണ്? R is reflexive. R is reflexive. അപ്പൊ അതിന്റെ കാരണം നമ്മളിങ്ങനെ ഈ 1ഉം 2ഉം 3ഉം എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് എഴുതി വെക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെയൊക്കെ ഉള്ള പ്രോബ്ലംസ് ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു സെറ്റിനകത്ത് എല്ലാ മെമ്പേഴ്സും വന്നാൽ നമ്മൾ എല്ലാ മെമ്പേഴ്സിനും അങ്ങനെ എഴുതേണ്ട കാര്യമില്ല. നമ്മൾ ജനറൽ ആയിട്ട് എഴുതിയാൽ മതി. എന്താണ്? A belongs to R അല്ലെ? ഫോർ ഓൾ A belongs to സെറ്റ് ഏതാണ്? നമ്മുടെ ക്യാപിറ്റൽ എ ആണ്. അതെ, ഇതിന്റെ മീനിങ് എന്താ? ഈ ക്യാപിറ്റൽ എയിലെ ഏത് എലമെന്റിനെ നിങ്ങൾ എ ആയിട്ട് എടുത്താലും എന്താണ് ആ എ എന്ന് പറയുന്ന എലമെന്റ് ഇതിനകത്ത് വരും. അതിന്റെ റീസൺ കൂടെ സൈഡിലോട്ട് വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചേക്കാം. സിൻസ് എ ബിലോങ്സ് ടു ആർ എന്താണ്? മോഡ് A - A ഈക്വൽ ടു 0. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 എന്ന് പറഞ്ഞാൽ ഈവൻ ആണ് അല്ലേ? 0 എന്ന് പറഞ്ഞാൽ ഒരു ഈവൻ നമ്പറാണ്. അപ്പൊ എന്ത് പറയാൻ പറ്റും? ദിസ് റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്. ഓക്കെ, ഇനിയിപ്പോ നമുക്കിത് സിമെട്രിക് ആണോ ഇല്ല എന്നുള്ളത് നോക്കാം. സിമെട്രിക് ആണോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? AB belongs to R which implies BA belongs to R. അങ്ങനെ വന്നാൽ സിമെട്രിക് ആണ്. അപ്പൊ നമുക്ക് സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്യാം? ലെറ്റ് AB belongs to R എന്ന് നമ്മൾ എടുക്കുന്നു അല്ലേ? നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? BA belongs to R എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ AB belongs to R which implies, ഇവിടെ AB belongs to R ന്റെ കണ്ടീഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മോഡ് A - B is even. മോഡ് A - B is even അല്ലേ? മോഡ് A - B is even. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ മോഡ് A - B ഈവൻ ആണെങ്കിൽ മോഡ് മൈനസ് ഓഫ് A - B യും ഈവൻ തന്നല്ലേ? ആണല്ലോ. മോഡ് A - B ഈവൻ ആണെങ്കിൽ മോഡ് ഓഫ് മൈനസ് ഓഫ് A - B ഈവൻ തന്നെയാണ്. കാരണം എന്താ? ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പൊ നിങ്ങള് മോഡ് 4 എടുക്കുക അല്ലെ? ഈ മോഡ് 4 എടുത്തു കഴിഞ്ഞാൽ 4 ആണ് കിട്ടുന്നത്. ഇതൊരു ഈവൻ ആണല്ലോ. 4 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മോഡ് -4 എന്ന് എടുത്ത് നോക്കി. മോഡ് -4 എന്ത് തന്നെയാണ്? 4 തന്നെയാണ്. അത് എന്ത് തന്നെയാണ്? ഈവൻ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ മോഡ് 4 ഈവൻ ആണെങ്കിൽ ഈ മോഡ് -4 ഈവൻ തന്നെ ആയിരിക്കും. കാരണം രണ്ടിന്റെ ഒരേ വാല്യൂ തന്നെയാണല്ലോ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. മോഡ് A - B ഈവൻ ആണെങ്കിൽ മോഡ് ഓഫ് -A - B എന്ത് തന്നെ ആയിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. ദിസ് ഇംപ്ലൈസ്, ഇതിനെ നമുക്ക് എന്ത് പറയാം? വാട്ട് ഈസ് മോഡ് ഓഫ് മൈനസ് ഓഫ് A - B? മൈനസ് ഓഫ് A - B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? B - A അല്ലെ? ഈ മൈനസ് ഇട്ട ബ്രാക്കറ്റിനകത്തെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മോഡ് B - A എന്ന് കിട്ടും അല്ലെ? അപ്പൊ മോഡ് B - A എന്താണ്? ഈവൻ ആണ് അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മോഡ് B - A ഈവൻ ആണെങ്കിൽ നമുക്ക് BA belongs to R എന്ന് എഴുതാനായിട്ട് പറ്റും. അതാ നോക്കിയേ, മോഡ് A - B ഈവൻ ആണെങ്കിൽ AB belongs to R എന്ന് എഴുതാം. അപ്പോൾ മോഡ് B - A ഈവൻ ആണെന്ന് കിട്ടിയപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? BA belongs to R എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇനി എന്ത് മനസ്സിലായി? R is എന്താണ്? സിമെട്രിക് അല്ലേ? ഓക്കെ, R is സിമെട്രിക്. ഇവിടെ BA ഫോർ ഓൾ എന്താണ്? AB belongs to ക്യാപിറ്റൽ A. ഓക്കെ, അപ്പൊ ഇത് സിമെട്രിക് ആണെന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് കൂടി നോക്കണം. മൂന്നാമത്തെ, ട്രാൻസിറ്റീവ് ആണോ എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? 2 പേര് എടുക്കുന്നു അല്ലേ? അതായത് ലെറ്റ് AB belongs to AB belongs to R എന്നൊരു പേര് നമ്മൾ എടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ്? BC belongs to R എന്ന് പറയുന്ന വേറൊരു പേര് കൂടി നമ്മൾ എടുക്കുന്നു. ഇനി നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? AC belongs to R എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നോക്കിയേ, ഈ AB belongs to R ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? മോഡ് A - B is even ആണ്. മോഡ് A - B is even. അതുപോലെ BC belongs to R ആണെങ്കിൽ എന്താണ്? മോഡ് B - C is even ആണല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ മോഡ് A - B ഈവൻ ആണെങ്കിൽ A - B യും ഈവൻ തന്നായിരിക്കും. A - B is even. അതുപോലെ മോഡ് B - C ഈവൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, B - C is even. അതെങ്ങനെ നമുക്ക് അങ്ങനെ
എഴുതാൻ പറ്റുന്നത് എങ്ങനെ? ഒരു എക്സാമ്പിളിലൂടെ കാണിക്കാം. ഇപ്പൊ നമുക്ക് മോഡ് 4 അല്ലേ? ഈ മോഡ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത്? 4. അതൊരു ഈവൻ നമ്പർ അല്ലേ? അല്ലേ? മോഡ് 4 ഈവൻ നമ്പറാണ്. അങ്ങനെയാണ് ഈ 4 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈവൻ തന്നെയാണ്. ആ മോഡുലസിനകത്ത് കിടക്കുന്നത് എന്ത് തന്നെ? ഈവൻ തന്നെ. വേറെ എക്സാമ്പിൾ മോഡ് -10 അല്ലേ? ഈ മോഡ് -10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 ആണ്. അതെന്താണ്? ഈവൻ ആണ്. അങ്ങനെയാണ് ഇതിനകത്ത് കിടക്കുന്ന ഈ -10 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈവൻ തന്നെയാണ്. നമ്മൾ പറഞ്ഞായിരുന്നു നെഗറ്റീവ് നമ്പേഴ്സും എന്ത് തന്നെയാണ്? ഈവൻ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ അതേ തിയറിയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തത്. മോഡ് a-b ഈവൻ ആണെങ്കിൽ ആ മോഡിനകത്തിൽ കിടക്കുന്ന ആ നമ്പരും ഈവൻ തന്നെ ആയിരിക്കും അല്ലെ? മോഡ് b- ഈവൻ ആണെങ്കിൽ അതിനകത്തിൽ വരുന്ന b-യും ഈവൻ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഈവൻ നമ്പേഴ്സിന്റെ സമ്മും ഈവൻ നമ്പേഴ്സ് ആണല്ലേ? എന്താ നോക്കിയേ, a-b ഈവൻ ആണ്, b-c ഈവൻ ആണ്. അങ്ങനെയാണ് അവരുടെ രണ്ടുപേരുടെയും സമ്മും എന്ത് തന്നെ ആയിരിക്കും? ഈവൻ നമ്പർ ആയിരിക്കും. അത് മാത്തമാറ്റിക്സിലെ റൂളാണ്. സം ഓഫ് എനി ടു ഈവൻ നമ്പേഴ്സ് ഈസ് ഓൾസോ an ഈവൻ നമ്പർ. ഓക്കെ, അപ്പോൾ a-b പ്ലസ് b-c ഈസ് ഈവൻ. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് എന്താണ്? a-b പ്ലസ് b-c എന്ന് പറഞ്ഞാൽ -b പ്ലസ് b കട്ടാവും, നമുക്ക് a-c എന്ന് കിട്ടും. a-b ഈസ് ഈവൻ, സോറി a-c ഈസ് ഈവൻ എന്ന് കിട്ടും. a-c ഈവൻ ആണെങ്കിൽ മോഡ് a-cയും ഈവൻ തന്നെ ആയിരിക്കും അല്ലെ? ആക്ച്വലി നമ്മൾ എഴുതുന്നതെല്ലാം ഈ ഓരോരോ സ്റ്റേറ്റ്മെന്റ്സിനെ ഫോളോ ചെയ്ത് നമ്മളൊരു കോമൺ സെൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ എഴുതി അങ്ങ് പോവാം അല്ലെ? ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഓരോരോ സ്റ്റേറ്റ്മെന്റ് തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റ്മെന്റിനെ ഫോളോ ചെയ്ത് നമ്മൾ ഇങ്ങനെ എഴുതി വരുവാണ്. അപ്പൊ a-c ഈവൻ ആണെങ്കിൽ മോഡ് a-c ഈവൻ തന്നെ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോഴും എന്താ പറയണ്ടേ, 6 ഒരു ഈവൻ നമ്പറാണ് അല്ലെ? 6 എന്ന് പറഞ്ഞാല് ഈവൻ ആണ്. അങ്ങനെയാണെങ്കിൽ മോഡ് 6ഉം എന്ത് തന്നെ ആയിരിക്കും? ഈവൻ തന്നല്ലേ? ആണല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പൊ മോഡ് a-c ഈവൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ac ബിലോങ്സ് ടു r എന്ന് പറയാനായിട്ട് പറ്റും. എന്താ ഇവിടെ നോക്കിയേ, മോഡ് a-b ഈവൻ ആണെങ്കിൽ ab ബിലോങ്സ് ടു r അല്ലെ? മോഡ് a-c ഈവൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ac ബിലോങ്സ് ടു r എന്ന് പറയാനായിട്ട് പറ്റും. അപ്പൊ ഇതിന് എന്ത് മനസ്സിലായി? ഇത് ട്രാൻസിറ്റീവ് ആണെന്നുള്ളത് കിട്ടി. ab belongs to r, bc belongs to r, which implies ac belongs to r. അപ്പൊ എന്താണ്? This relation is transitive അല്ലെ? For all abc belongs to capital A, which implies r is transitive. അപ്പൊ ഇതിൽ കൂടി നമുക്ക് എന്ത് മനസ്സിലായി? നമുക്ക് തന്നിട്ടുള്ള ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഈക്വലൻസ് റിലേഷൻ ആണ് അല്ലെ? Because it is reflexive, symmetric and transitive. അപ്പൊ ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് ആ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണെന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ പാർട്ട് നിങ്ങൾ നോക്കിയ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്, ഷോ ദാറ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് സെറ്റ് 1, 3, 5 are related to each other and all the elements of set 2, 4 are related to each other. എന്താണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു സെറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ സെറ്റ് എന്താണ്? 1, 3, 5 ആണ് അല്ലെ? ഈ സെറ്റിനകത്തിലെ എലമെന്റ്സ് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിലേറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഈ സെറ്റിനകത്തിലെ ഏത് എലമെന്റ്സ് നിങ്ങൾ രണ്ടെണ്ണം എടുത്താലും അവരങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യണം. അങ്ങനെ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കത് നോക്കാം. ഇപ്പൊ നിങ്ങളെ സെറ്റ് 1, 3, 5 ഞാനിപ്പോ ഇങ്ങനെ അങ്ങ് എടുക്കുവാണ്. 1, 3, 5 ആരോ ഡയഗ്രാം ആക്കി എടുക്കുവാണ്. 1, 3, 5 അല്ലെ? നിങ്ങൾ ഇതിനകത്തിലെ ഏത് എലമെന്റ്സുകളും തമ്മിൽ കണക്ട് ചെയ്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ ആ എലമെന്റ്സ് റിലേറ്റഡ് ആണ്. ഇപ്പൊ ഞാൻ 1ഉം 3ഉം എടുക്കുക അല്ലെ? 1ഉം 3ഉം എടുത്തു കഴിഞ്ഞാൽ അതാ നോക്കിയാൽ മോഡ് 1 - 3 എത്ര കിട്ടുന്നത്? മോഡ് -2 ആണ് അല്ലെ? ഈ 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ നമ്പർ അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? മോഡ് a-b ഈവൻ ആയിരിക്കണം, എങ്കിലേ നമുക്ക് എലമെന്റ്സ് റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 1ഉം 3ഉം റിലേറ്റഡ് ആ, കാരണം മോഡ് 1 - 3 2 ഈവൻ കിട്ടി. ഇനിയിപ്പോ ഇതുപോലെ നിങ്ങൾ ഇതിനകത്ത് ഏത് വേണമെങ്കിലും ജോയിൻ ചെയ്തു. ഇപ്പൊ ഞാൻ 1ഉം 3ഉം എടുത്ത പോലെ 1ഉം 1ഉം എടുക്കുക അല്ലെ? 1ഉം 1ഉം എടുത്താൽ എന്താ സംഭവിക്കുന്നത്? മോഡ് 1 - 1 എത്ര കിട്ടുന്നത്? 0. 0 എന്ന് പറയുന്നത് ഈവൻ നമ്പറാന്ന് ഞാൻ പറഞ്ഞില്ലേ? ഈവൻ നമ്പറാണ്. ഇനിയിപ്പോ നിങ്ങൾ 5ഉം 3ഉം എടുക്കുക. അപ്പൊ എത്ര വരുന്നത്? മോഡ് 5 - 3 ഇല്ലേ? അതെത്ര വരുന്നത്? മോഡ് 2 അല്ലെ? 2 തന്നെ വരും. അത് ഈവൻ നമ്പറാണ്.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിനകത്തില് ഏത് എലമെന്റ്സുകൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ എടുത്താൽ എന്താണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓൾ ദി എലമെന്റ്സ് ഓഫ് 1, 3, 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അല്ലെ, 1 1 3 3 5 5 അങ്ങനെ ഏതെടുത്താലും എന്താണ് റിലേറ്റഡ് ടു ഈച്ച് അതർ. അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈ സെറ്റ് 1, 3, 5 വന്നിരിക്കുന്ന ഈ 3 നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പം ഓഡ് നമ്പേഴ്സിന്റെ എല്ലാം ഡിഫറൻസ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. അതായത് ദ ഡിഫറൻസ് ഓഫ് എനി 2 ഓഡ് നമ്പേഴ്സ് ഈസ് ആൻ ഈവൻ നമ്പർ. ഏത് ഓഡ് നമ്പർ എടുത്താലും മാത്തമാറ്റിക്സിന്റെ ഒരു റൂൾ ആണത്. ഏത് ഓഡ് നമ്പറിന്റെയും ഡിഫറൻസ് എടുത്താൽ നിങ്ങൾക്ക് ഈവൻ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈവൻ നമ്പർ കിട്ടിയത് കേട്ടോ. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഓൾ ദി എലമെന്റ്സ് ഓഫ് സെറ്റ് 1, 3, 5 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇനി ഇതേപോലെ തന്നെ അതിന്റെ കൂടെ വേറെ ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട്. 2, 4 എന്നൊരു സെറ്റും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഓൾ ദി എലമെന്റ്സ് ഓഫ് 2, 4 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. അങ്ങനെ കൂടെ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. 2, 4 അല്ലെ, ഇവിടെ 2, 4 എടുക്കുന്നു. നിങ്ങൾ ഏത് 2 നമ്പേഴ്സ് വെച്ച് പെയർ എടുത്താൽ ഈവൻ നമ്പർ ആയിരിക്കും. ഇപ്പൊ 2, 4 എടുക്കാം. അപ്പൊ എത്ര വരുന്നത്? മോഡ് 2 - 4 മോഡ് -2 ഈവൻ നമ്പർ അല്ലേ കിട്ടുന്നത്. ഇനി ഇതുപോലെ 2, 4 എടുത്ത പോലെ 4, 2 എടുക്കാം. അപ്പൊ എത്ര? മോഡ് 4 - 2 അതും എന്ത് തന്നെ കിട്ടുന്നത്? 2 ആണ്, ഈവൻ നമ്പർ ആണ്. ഇനി ഇതുപോലെ 2, 2 എടുത്താൽ നിങ്ങൾക്ക് മോഡ് 2 - 2 0 എന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ 4, 4 എടുത്താൽ മോഡ് 4 - 4 0 എന്ന് കിട്ടും അല്ലെ. അപ്പൊ അതെല്ലാം എന്താണ്? ഈവൻ നമ്പർ ആണ് കിട്ടുന്നത് ഇതിനകത്ത് പറഞ്ഞേക്കുന്ന പോലെ. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഓൾ ദി എലമെന്റ്സ് ഓഫ് 2, 4 ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ എന്ന് പറയാനായിട്ട് പറ്റും അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ റീസൺസ്, അതെല്ലാം എഴുതിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ലാസ്റ്റിലായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ അവരതിന്റെ കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? നോ എലമെന്റ്സ് ഓഫ് സെറ്റ് 1, 3, 5 ആർ റിലേറ്റഡ് ടു എനി എലമെന്റ്സ് ഓഫ് സെറ്റ് 2, 4. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ സെറ്റ് 1, 3, 5 ഒരു ആള് പോലും എന്താണ് ഈ സെറ്റ് 2, 4 ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. നമുക്കൊന്ന് നോക്കാം അങ്ങനെ വരുന്നുണ്ടോ. സെറ്റ് 1, 3, 5 അതുപോലെ ഇത് സെറ്റ് 2, 4. നിങ്ങൾ ഇതിനകത്തിലെ എലമെന്റ്സിനെയൊക്കെ തമ്മിലൊന്ന് പെയർ ചെയ്ത് ഇപ്പൊ ഞാൻ 1, 4 എടുക്കും അല്ലെ. 1, 4 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് ഒന്ന് എടുത്തേ. മോഡ് 1 - 4 എത്ര വരുന്നത്? മോഡ് -3 അത് 3 ആണ്. ഈ 3 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്, അത് ഈവൻ നമ്പർ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 1ഉം 4ഉം തമ്മിൽ റിലേറ്റ് ചെയ്യുന്നില്ല. 1 and 4 ആർ നോട്ട് റിലേറ്റഡ്. റിലേറ്റ് ചെയ്യണ കണ്ടീഷൻ എന്താണ്? മോഡ് A - B ഈവൻ ആയിരിക്കും. അപ്പൊ എവിടെ എത്ര കിട്ടിയ? മോഡ് 1 - 4 ഇപ്പൊ എടുത്തപ്പോൾ ഓടാ കിട്ടിയത്. ഇനിയിപ്പോ നിങ്ങൾ ഇതിനകത്തില് 1ഉം 2ഉം കൂടെ ഒന്ന് എടുത്ത് നോക്കാം. അപ്പോഴും നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? 1 - 2 മോഡ് 1 - 2 നിങ്ങൾക്ക് കിട്ടുന്നത് മോഡ് -1 ആണ്. അതിന്റെ ആൻസർ 1 ആണ്. ഈ 1 എന്ന് പറയുന്നത് എന്തുവാ? ഈവൻ ആണോ? അല്ല, ഓഡ് നമ്പർ ആണോ? പക്ഷെ നമ്മുടെ കണ്ടീഷൻ ഈവൻ ആയിരിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇവരൊന്നും റിലേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് നോട്ട് റിലേറ്റഡ് ആണ്, അതുപോലെ ഇതും നോട്ട് റിലേറ്റഡ് ആണ്. ഇനി നിങ്ങൾ ഏതൊക്കെ എടുത്താലും, ഇപ്പൊ നിങ്ങൾ 3ഉം 2ഉം എടുത്താലും 1 ആ കിട്ടുന്നത്. അതുപോലെ 5ഉം 4ഉം എടുത്താൽ 1 ആ കിട്ടുന്നത്. അതുപോലെ 3ഉം 4ഉം എടുത്താൽ മോഡ്ലെസ് ഡിഫറൻസ് എടുക്കുമ്പോൾ 1 കിട്ടും. അങ്ങനെ ഏതെടുത്താലും നിങ്ങൾക്ക് ഓഡ് നമ്പർ ആയിരിക്കും കിട്ടുന്നത്, ഈവൻ നമ്പർ ആയിരിക്കത്തില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോ എലമെന്റ്സ് ഓഫ് സെറ്റ് 1, 3, 5 ആർ റിലേറ്റഡ് ടു എനി എലമെന്റ്സ് ഓഫ് സെറ്റ് 2, 4. അതിന്റെ റീസൺ എന്താണ്? ബിക്കോസ് ദിസ് സെറ്റ് കണ്ടെയ്ൻസ് എന്താണ്? ഓഡ് നമ്പേഴ്സ് ആൻഡ് ദിസ് സെറ്റ് കണ്ടെയ്ൻസ് ഈവൻ നമ്പേഴ്സ് അല്ലെ. നിങ്ങൾ ഏത് ഓഡ് നമ്പറിന്റെയും ഈവൻ നമ്പറിന്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഈവൻ നമ്പർ കിട്ടത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആ റീസൺ കൂടി ഇങ്ങോട്ടൊന്ന് എഴുതാം. റീസൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോ എലമെന്റ് ഓഫ് സെറ്റ് 1, 3, 5 ക്യാൻ ബി റിലേറ്റഡ് ടു എനി എലമെന്റ്സ് ഓഫ് 2, 4 അല്ലെ. ബിക്കോസ് ഓൾ ദി എലമെന്റ്സ് ഓഫ് 1, 3, 5 ആർ ഓഡ് ആൻഡ് ഓൾ ദി എലമെന്റ്സ് ഓഫ് 2, 4 ആർ ഈവൻ. അപ്പം ഈ ഒരു സെറ്റിനകത്തിൽ ഫുള്ള് ഈവൻ നമ്പേഴ്സ് ആണ്, ഈ സെറ്റിനകത്തില് ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പൊ അവരുടെ രണ്ടുപേരുടെ ഡിഫറൻസ് നിങ്ങൾക്ക് എടുത്താൽ എപ്പോഴും നിങ്ങൾക്ക് ഓഡ് നമ്പർ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം ഈവൻ നമ്പറിന്റെയും ഓഡ് നമ്പറിന്റെയും ഡിഫറൻസ് എപ്പോഴും ഓഡ് നമ്പർ ആയിരിക്കും. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ഇനിയിപ്പോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനിയിപ്പോ നമ്മൾ 9ാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക.
show that each of the relation are in the set A equal to set of all x belongs to Z, 0 less than or equal to x less than or equal to 12 is given by. നമുക്കിവിടെ രണ്ട് റിലേഷൻസ് തന്നിട്ടുണ്ട്. ഈ രണ്ട് റിലേഷൻസും എന്താണ്? ഈസ് അൺഈക്വലൻസ് റിലേഷൻ. ഇത് രണ്ടും ഈക്വലൻസ് റിലേഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യണം. അതോടൊപ്പം തന്നെ നമുക്കത് കഴിഞ്ഞൊരു ക്വസ്റ്റൻ ഉണ്ട്. ഫൈൻഡ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു വൺ ഇൻ ഈച്ച് കേസ്. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യന്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? ഫൈൻഡ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു വൺ ഇൻ ഈച്ച് കേസ്. വണ്ണിനോട് റിലേറ്റ് ചെയ്യുന്ന എലമെന്റ്സിന്റെ സെറ്റ് എടുക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സെറ്റ് തന്നിട്ടുണ്ട് അല്ലേ? ആ സെറ്റ് നമുക്കിവിടെ എന്താണ് തന്നിട്ടുള്ളത്? എ ഈക്വൽ ടു set of all x belongs to Z such that 0 less than or equal to x less than or equal to 12. ഇതാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള സെറ്റ്. ഈ സെറ്റിനകത്തിൽ വന്നിട്ടുള്ള എലമെന്റ്സ് എല്ലാം എന്താണ്? ഇന്റിജേഴ്സ് ആണ് അല്ലെ? x belongs to Z എന്ന് പറഞ്ഞാൽ എന്താണ്? അതെല്ലാം ഇന്റിജേഴ്സ് ആണ്. 0യ്ക്കും 12നും ഇടയിലുള്ള ഇന്റിജേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ആർക്ക് വരാം? 0 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0, 1, 2, 3 അല്ലേ? അങ്ങനെ എന്താണ്? 12 വരും. അപ്പം ഇത്രയും ഇന്റിജേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ള സെറ്റ്. സെറ്റ് എയിലുള്ള ഇത്രയും ഇന്റിജേഴ്സ് ആണ്. ഇനി ഈ സെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള രണ്ട് റിലേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് അതിനകത്ത് ആദ്യം ഒന്നാമത്തെ റിലേഷൻ എഴുതാം, എന്നിട്ട് അത് നമുക്ക് ചെയ്യാം. ഇതിനകത്ത് തന്നിട്ടുള്ള ആദ്യത്തെ ആ റിലേഷൻ എന്താണ് തന്നിട്ടുള്ളത്? ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എന്താണ്? എ മൈനസ് ബി മോഡ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. Mod A minus B is a multiple of 4. Is a multiple of 4. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആദ്യത്തെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിലേഷൻ ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യണം. അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഈ റിലേഷന്റെ പ്രത്യേകത. ഈ റിലേഷനകത്തിൽ വന്നിട്ടുള്ള പേരുകളുടെ എല്ലാം മോഡുലസ് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടണം. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇതിനകത്ത് എങ്ങനെയൊക്കെ ഉള്ള പേരുകളാണ് വരുന്നതെന്നുള്ള ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ എടുത്ത് കാണിക്കാം. ഇപ്പൊ നിങ്ങളിപ്പോ ഇവിടെ 2ഉം 6ഉം കൂടെ എടുക്കുക. നിങ്ങളിപ്പോ ഇവിടെ 2ഉം 6ഉം കൂടെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മോഡുലസ് ഡിഫറൻസ് എത്ര വരുന്നത്? മോഡുലസ് ഓഫ് 2 മൈനസ് 6 അത്ര വരുന്നത് നിങ്ങൾക്ക് മോഡ് -4 കിട്ടും. അതെന്താണ്? 4. ഈ 4 എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഓഫ് 4 ആണല്ലോ അല്ലെ? 4 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 2, 6 എന്ന് പറയുന്ന പേർ ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ഇവരുടെ മോഡുലസ് ഡിഫറൻസ് എടുത്തപ്പോൾ അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ വേറൊരു എക്സാമ്പിൾ എടുക്കുക. ഞാനിപ്പോ അടുത്തൊരു എക്സാമ്പിൾ എടുക്കുവാണ്. സേ ഫോർ എക്സാമ്പിൾ 4ഉം 12ഉം കൂടെ എടുക്കും അല്ലെ? ഈ 4ഉം 12ഉം കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടീഷൻ വരുന്നുണ്ടോ നോക്കാം. എന്താ വരുന്നത്? മോഡ് 4 മൈനസ് 12. മോഡ് 4 മൈനസ് 12 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? -8 ആണ്. അതെന്താണ് കിട്ടുന്നത്? 8 ആണ്. ആ 8 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 4, 12 എന്ന് പറയുന്ന പേരും ഇതിനകത്തില് വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയുള്ള പേര് ഇതിനകത്ത് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് ഈക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യണം, സിമെട്രിക് ആണോ എന്ന് പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇത് റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആണോ നോക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതിനകത്തിലെ എല്ലാ എലമെന്റ്സും പരസ്പരം റിലേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള പ്രൂവ് ചെയ്യണം. ഇപ്പം നമ്മളിപ്പോ 0യും 0യും എടുക്കുക അല്ലെ? 0, 0 എടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? മോഡ് എന്താണ്? 0 മൈനസ് 0. മോഡ് 0 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ആ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 0, 0 എന്ന് പറയുന്നത് ഈ ആറിനകത്തിൽ വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഏതെടുത്താലും ഇപ്പൊ 1, 1 എടുത്താലും 2, 2 എടുത്താലും 1, 1 എടുക്കാം. അപ്പൊ 1, 1 നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മോഡ് 1 മൈനസ് 1 അത് എന്ത് തന്നെയാണ്? 0 അല്ലെ? ഈ 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? മൾട്ടിപ്പിൾ ഓഫ് 4. ഈ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നുള്ളതിന്റെ ഷോർട്ട് ആയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ. മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെ? അപ്പൊ എന്ത് പറയാൻ പറ്റും? 1, 1 ഇതിനകത്തിൽ ഉണ്ട്. അങ്ങനെ ഈ ഇതുപോലെ നിങ്ങൾ 2, 2 എടുത്താലും 3, 3 എടുത്താലും 4, 4 എടുത്താലും അങ്ങനെ 12, 12 എടുത്താലും അതെല്ലാവരും എന്താണ്? ഇതിനകത്തിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതെന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്നുള്ളത് പറയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇനി അതൊന്ന് എഴുതാം. എന്താണെന്നുള്ളത് റിഫ്ലെക്സീവ് ആണെന്നുള്ളത് എഴുതി വെക്കാം. അപ്പൊ എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? സിൻസ് മോഡ് എ മൈനസ് എ
അല്ലെ? മോഡ് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ആ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ? വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പം മോഡ് എ മൈനസ് എ 0 ആണ്. അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്ന പേര് ഈ ആറിനകത്തിൽ വരുന്നുണ്ട് അല്ലെ? അപ്പോൾ എന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണെന്നുള്ള പറയാം. ഫോർ ഓൾ എ ബിലോങ്സ് ടു, എ എന്ന് പറഞ്ഞാൽ എവിടുത്തെ മെമ്പേഴ്സ് ആണ്? ഈ തന്നിട്ടുള്ള ക്യാപിറ്റൽ എയിലെ എലമെന്റ്സ് ആണ് നമ്മൾ എ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും വരാം, ഇതിനകത്തുള്ള ഏത് വേണമെങ്കിലും എ ആയിട്ട് എടുത്താലും ഈ എ എന്ന് പറഞ്ഞാൽ ഈ ആറിനകത്ത് വരുന്നുണ്ട്. സോ ആർ ഈസ് എന്താണ്? റിഫ്ലെക്സീവ്. ആർ ഈസ് റിഫ്ലെക്സീവ്. ഓക്കെ, അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്തോട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് രണ്ടാമത്തെ എന്താണ്? ഇത് സിമെട്രിക് ആണോ എന്നുള്ളത് നോക്കണം. സിമെട്രിക് ആണോ എന്നുള്ളത് നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ എടുത്താൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ 4ഉം 12ഉം എടുക്കുക. അപ്പൊ 4ഉം 12ഉം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? മോഡ് 4 മൈനസ് 12 നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? മോഡ് -8 ആണ്. അത് എത്രയാണ് കിട്ടുന്നത്? 8 ആണ് അല്ലെ? ഈ 8 എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അങ്ങനെയാണ് നിങ്ങൾ 12ഉം 4ഉം എടുക്കുക. അപ്പോഴും നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? മോഡ് 12 മൈനസ് 4. അപ്പോഴും അത് എത്ര കിട്ടുന്നത്? 8 ആണ്. അപ്പൊ അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും എന്താണ്? ഈ 4 12 ബിലോങ്സ് ടു ആർ എന്ന് പറയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ 12 4 ബിലോങ്സ് ടു ആർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ന് നിങ്ങൾ ഏതെടുത്താലും എന്താണ്? ഇങ്ങനെ തന്നെ വരും, തിരിഞ്ഞു മറിഞ്ഞും വരും. അപ്പൊ നമുക്ക് എല്ലാം കൂടെ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? മനസ്സിലായി സ്ഥിതിക്കും എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ എന്ന് നമ്മൾ ജസ്റ്റ് വിശദീകരണം എഴുതിയാണ്. അപ്പം സിമെട്രിക് ആണോ നോക്കാൻ നമ്മൾ എന്താ എഴുതുന്നത്? ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ എന്ന് നമ്മൾ എടുക്കുന്നു അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എ ബി ബിലോങ്സ് ടു ആറിന്റെ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്യുക. എ ബി ബിലോങ്സ് ടു ആർ ആണ് എന്താണ്? മോഡ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെ? മോഡ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഈ മോഡ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ മോഡ് മൈനസ് ഓഫ് എ മൈനസ് ബിയും എന്ത് തന്നെ ആയിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെയാണ്. മോഡ് ഒരു നമ്പറിന്റെ മോഡുലസ് മൾട്ടിപ്പിൾ ഓഫ് എനി നമ്പർ 4 എന്നല്ല, ഇപ്പൊ ഏത് നമ്പർ ആണെങ്കിലും ആ മോഡുലസിനകത്ത് കിടക്കുന്ന നമ്പർ എന്ത് തന്നെ ആയിരിക്കും? ആ മൾട്ടിപ്പിൾ ഓഫ് ആ നമ്പർ തന്നെ ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. മൈനസ് ഓഫ് മോഡ് എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 വിച്ച് ഇംപ്ലൈസ് എന്താണ്? മോഡ് ഇതിനെപ്പോ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് എ മൈനസ് ബി എന്താണ്? ബി മൈനസ് എ. മോഡ് ബി മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെ? മോഡ് ബി മൈനസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് സാധിക്കും? മോഡ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ എ ബി ബിലോങ്സ് ടു ആർ എന്ന് എഴുതാം. അപ്പൊ മോഡ് ബി മൈനസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ എന്താണ്? ബി എ ബിലോങ്സ് ടു ആർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇത് എന്ത് മനസ്സിലായി? എ ബി ബിലോങ്സ് ടു ആർ വിച്ച് ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. എന്താണ്? ആർ ഈസ് സിമെട്രിക് അല്ലെ? വിച്ച് ഇംപ്ലൈസ് ആർ ഈസ് സിമെട്രിക്. ആർ ഈസ് സിമെട്രിക്. ട്രാൻസിറ്റീവ് ആണോ നോക്കാനായിട്ട് നമ്മൾ രണ്ട് പേരെടുക്കുന്നു. എങ്ങനെ എടുക്കേണ്ടത്? ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ എന്നൊരു പേര് ഞാൻ എടുത്തിരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേര് എടുക്കുന്നു അല്ലെ? ബി സി ബിലോങ്സ് ടു ആർ. ഇനി രണ്ട് പേര് നമ്മൾ എടുക്കുന്നു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ സി ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ വളരെ ഈസി ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാം. നമുക്ക് ഈ കണ്ടീഷനോട്ട് അപ്ലൈ ചെയ്യാം. എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു മോഡ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് അല്ലെ? മോഡ് എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അതുപോലെ മോഡ് ബി സി ബിലോങ്സ് ടു ആർ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. മോഡ് ബി മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഈ മോഡ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ഈ മോഡിനകത്ത് കിടക്കുന്ന ആ നമ്പർ എന്ത് തന്നെ ആയിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ മോഡ് -16 അല്ലെ? ഈ മോഡ് -16 എന്ന് പറഞ്ഞാൽ 16 അല്ലേ? ആ 16 എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അങ്ങനെയാണ് അതിനകത്ത് കിടക്കുന്ന -16 എന്ത് തന്നെ ആയിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. അപ്പൊ എന്താണ്? എ മൈനസ് ബി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഇതേപോലെ നമുക്ക് പറയാൻ പറ്റും എന്താണ്? മോഡ് ബി മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ എന്തായിരിക്കും? ഈ ബി മൈനസ് സിയും മൾട്ടിപ്പിൾ ഓഫ് 4 തന്നെ ആയിരിക്കും. ബി മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. മൾട്ടിപ്പിൾ ഓഫ് 4. അങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും വരുന്നത്? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ആ രണ്ട് നമ്പേഴ്സിന്റെ സമ്മും എന്ത് തന്നെ ആയിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. എ മൈനസ് ബി
പ്ലസ് ബി മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. എന്തായിരുന്നു എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി? എ മൈനസ് സി മൈനസ് ബി പ്ലസ് ബി ക്യാൻസൽ ആയി എന്താ കിട്ടുന്നത്? എ മൈനസ് സി ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു എ മൈനസ് സി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെ? ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ എ മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? എ സി ബിലോങ്സ് ടു ആർ എന്നാണ് അതിന്റെ മീനിങ് അല്ലെ? അപ്പൊ ഇത് എന്ത് മനസ്സിലായി? ഈ റിലേഷൻ ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ റിലേഷൻ റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് എന്താണ് ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മളെ ഈക്വലൻസ് റിലേഷൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യന്റെ കൂട്ടത്തില് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 ഇൻ ഈച്ച് കേസ്. അതായത് കണ്ടുപിടിക്കേണ്ട സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 അല്ലെ? സെറ്റ് ഓഫ് എന്തായിരുന്നു ഈ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞാണ്. സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് നിങ്ങൾ ഈക്വലൻസ് ക്ലാസ് 1 കണ്ടുപിടിക്കാൻ നോക്കണം അല്ലെ? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 മീൻസ് ഈക്വലൻസ് ക്ലാസ് 1 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു എ, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു എ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്? അത് ഈക്വലൻസ് ക്ലാസ് ഓഫ് എ എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ? അപ്പൊ ഈ ഈക്വലൻസ് ക്ലാസ് ഓഫ് എ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു ഫോർമുല പറഞ്ഞായിരുന്നു. എന്തായിരുന്നു ഈക്വലൻസ് ക്ലാസ് ഓഫ് എയുടെ ഫോർമുല? ഈക്വലൻസ് ക്ലാസ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ സച്ച് ദാറ്റ് എക്സ് എ ബിലോങ്സ് ടു ഇതായിരുന്നു ഈക്വലൻസ് ക്ലാസ് ഓഫ് എ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 ആണ് അല്ലെ? അപ്പൊ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 എന്ന് പറഞ്ഞ അതിന്റെ മീനിങ് ഈക്വലൻസ് ക്ലാസ് 1 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈക്വലൻസ് ക്ലാസ് 1 എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിനകത്ത് എക്ക് പകരം 1 ഇട്ട് കൊടുക്കുക. എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എക്സ് എക്സ് അങ്ങനെ എടുക്കുക. എക്ക് പകരം 1 കൊടുക്കുക. x1 ബിലോങ്സ് ടു അല്ലെ? ഓക്കെ. ഈ x1 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഇപ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് എ ബി ബിലോങ്സ് ടു ആർ അല്ലെ? ഈ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? മോഡ് എ മൈനസ് ബി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നല്ലേ? ഓക്കെ. അപ്പോൾ x1 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? ദിസ് ഈക്വൽ ടു x ബിലോങ്സ് ടു എ സച്ച് ദാറ്റ് മോഡ് x മൈനസ് 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. അതാണ് ഈ ഓർഡേഡ് പേരുകളുടെ എല്ലാം മീനിങ്. ഇതിനകത്ത് വന്നിട്ടുള്ള ഓർഡേഡ് പേരുകളുടെ എല്ലാം പ്രത്യേകത എന്താണ്? എ ബി ബിലോങ്സ് ടു ആർ ആണ് കണ്ടീഷൻ. മോഡ് എ മൈനസ് ബി മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പൊ x1 ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? മോഡ് എക്സ് മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഇനി ഇപ്പൊ നമ്മൾ ഇതിനകത്ത് എക്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഇവിടെ നിങ്ങൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കുമ്പോഴാണ് അത് മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടുന്നുള്ള നോക്കണം. ഓർക്കുക, എക്സിന് ഈ സെറ്റിനകത്ത് തന്നിട്ടുള്ള വാല്യൂസ് മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. വേറെ വാല്യൂസ് ഒന്നും കൊടുക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് എക്സ് ബിലോങ്സ് ടു എ. ഓക്കെ. ഇവിടെ ഇപ്പൊ നിങ്ങൾ എക്സിന് ഞാനിപ്പോ 1 കൊടുക്കുവാണ്. എക്സിന് നിങ്ങൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 0 അത് മൾട്ടിപ്പിൾ ഓഫ് 4 വരത്തില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അവിടെ എക്സിന് എന്താണ് 1 കൊടുക്കാം. ധൈര്യമായിട്ട് 1 കൊടുക്കാം. അപ്പൊ എക്സിന് നമുക്ക് 1 കൊടുക്കാം. 1 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 1 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. 0 മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. ഇനി നിങ്ങൾ എക്സിന് 2 കൊടുക്കാൻ പറ്റുമോ? 2 കൊടുത്താൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 മൈനസ് 1 അല്ലെ? 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ആ 1 എന്ന് പറഞ്ഞാൽ ഒരിക്കലും മൾട്ടിപ്പിൾ ഓഫ് 4 അല്ല. അപ്പൊ നമ്മുടെ എക്സിന് 2 കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതുപോലെ നിങ്ങൾ 3 കൊടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആവത്തില്ല. 4 കൊടുത്താൽ പറ്റത്തില്ല. അപ്പൊ നിങ്ങളുടെ എക്സിന് 5 എന്ന് കൊടുത്തു നോക്കിയേ. എക്സിന് 5 അപ്പൊ എത്ര വരും? മോഡ് 5 മൈനസ് 1. 5 മൈനസ് 1 എന്താണ്? 4 ആണ്. അപ്പൊ അത് മൾട്ടിപ്പിൾ ഓഫ് 4 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സിന് 5 കൊടുക്കാനായിട്ട് പറ്റും അല്ലെ? എക്സിന് 5 കൊടുക്കാം. ഇനി ഇതുപോലെ നിങ്ങൾ 6ഉം 7ഉം 8ഉം ഒന്നും കൊടുത്താൽ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ 9 കൊടുത്തു കഴിഞ്ഞാൽ പറ്റും അല്ലെ? 9 മൈനസ് 1 എന്താണ്? 8 ആണ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 9 കൊടുക്കാം. ഓക്കെ. ഇനി 9 അല്ല, നിങ്ങൾ ഇതിനകത്ത് വേറെ 11ഉം 12ഉം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓഫ് 4 കിട്ടത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 1ഉം 5ഉം 9ഉം മാത്രമായിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 അല്ലെങ്കിൽ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് 1 5 9 ആണ്. അപ്പൊ ഇതാണ് തന്നിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം അല്ലെ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്.
R equal to set of all A, B such that A equal to B. അല്ലേ? A equal to B. ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണെന്നുള്ള പ്രൂവ് ചെയ്യണം. ഇത് വളരെ സിമ്പിൾ ആണ്, നമുക്ക് ഒരു പ്രയാസമില്ല. A equal to B എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് റിഫ്ലെക്സീവ് ആണ് അല്ലെ. കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന പേരിന്റെ പ്രത്യേകത എന്താണ്? ഈ പേരിലെ രണ്ട് നമ്പരും ഈക്വൽ ആയിരിക്കണം. അതായിരിക്കണം ഇവിടെ തന്നിട്ടുള്ള കണ്ടീഷൻ. എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ ഈ സെറ്റിനകത്തിലെ സെറ്റ് ഏതായിരുന്നു? 0, 1, 2 എക്സെട്ര 12 അല്ലേ? അപ്പൊ ഈ സെറ്റിനകത്തിലെ നിങ്ങൾ ഏത് പേരെടുത്താലും ഇപ്പൊ നിങ്ങൾ 0 എടുത്തു കഴിഞ്ഞാൽ 0 ഈക്വൽ ടു 0 ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 0, 0 ബിലോങ്സ് ടു R എന്ന് പറയാനായിട്ട് പറ്റും. ഇനി അതുപോലെ നിങ്ങൾ 1 1 എടുക്കാം. 1 1 എടുത്തു കഴിഞ്ഞാൽ 1 ഈക്വൽ ടു 1 ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 1 ബിലോങ്സ് ടു ഇതേപോലെ നിങ്ങൾ 2 2 എടുത്തു കഴിഞ്ഞാൽ 2 ഈക്വൽ ടു 2 ആയിരിക്കും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഏത് എലമെന്റ് നിങ്ങൾ ഇതിനകത്ത് എടുത്താലും എന്താണ് ധൈര്യമായിട്ട് പറയാൻ പറ്റും, അവരെല്ലാം പരസ്പരം റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാനായിട്ട് പറ്റും എന്താണ്? R ഈസ് റിഫ്ലെക്സീവ് അല്ലെ? R റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, R റിഫ്ലെക്സീവ് ആണ്. അതിന്റെ റീസൺ എന്താണ്? ഫോർ ഓൾ ഇതിനകത്തിലെ ഏത് എലമെന്റ് എടുത്താലും ഫോർ ഓൾ A ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ഈ ക്യാപിറ്റൽ എയിലെ ഏത് എലമെന്റ് നിങ്ങൾ എടുത്താലും എന്താണ്? A ഈക്വൽ ടു A എന്ന് എഴുതാനായിട്ട് സാധിക്കും. A ഈക്വൽ ടു A ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റും? A ബിലോങ്സ് ടു R എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ്? ഇത് റിഫ്ലെക്സീവ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനിയിപ്പോ നമുക്കിത് സിമെട്രിക് ആണോ നോക്കാം. ഓക്കെ, R ഈസ് സിമെട്രിക്. ഓക്കെ, സിമെട്രിക് ആണോ നോക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? A B ബിലോങ്സ് ടു R എന്നുള്ള പേരെടുക്കുന്നു. ലെറ്റ് A B ബിലോങ്സ് ടു R. ഇവിടെ നോക്കിയേ, A B ബിലോങ്സ് ടു R ആണെങ്കിൽ A ഈക്വൽ ടു B അല്ലേ? A B ബിലോങ്സ് ടു R ന്റെ കണ്ടീഷൻ എന്താണ്? A ഈക്വൽ ടു B. A ഈക്വൽ ടു B നമുക്ക് എങ്ങനെ എഴുതാം? B ഈക്വൽ ടു A എന്ന് എഴുതാൻ പറ്റുമല്ലോ അല്ലേ? A ഈക്വൽ ടു B സെയിം ആസ് B ഈക്വൽ ടു A. ഓക്കെ, B ഈക്വൽ ടു A ആണ് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? BA ബിലോങ്സ് ടു R. ഇതാ നോക്കിയേ, A ഈക്വൽ ടു B ആണ്, AB ബിലോങ്സ് ടു R എന്ന് എഴുതാമെങ്കിൽ B ഈക്വൽ ടു A ആണെങ്കിൽ BA ബിലോങ്സ് ടു R എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇത് എന്ത് മനസ്സിലായി? R ഈസ് സിമെട്രിക് അല്ലേ? R ഈസ് സിമെട്രിക്. ഓക്കെ, അപ്പൊ R റിഫ്ലെക്സീവ് ആണ്, R സിമെട്രിക് ആണ്. ഇനിയിപ്പോ ഇത് ട്രാൻസിറ്റീവ് ആണോ ഇല്ലെന്നുള്ളത് നോക്കണം. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാനില്ല. ഈ കണ്ടീഷൻ അത്രയും സിമ്പിൾ ആണ്. R ഈസ് ട്രാൻസിറ്റീവ്. R ഈസ് ട്രാൻസിറ്റീവ്. ഓക്കെ, ട്രാൻസിറ്റീവ് ആണോ നോക്കാനായിട്ട് നമ്മൾ രണ്ട് പേരെടുക്കുന്നു. ലെറ്റ് A B ബിലോങ്സ് ടു R ഇങ്ങനെ ഒരു പേര് എടുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ B C ബിലോങ്സ് ടു R വേറൊരു പേര് എടുക്കുന്നു അല്ലെ? B C ബിലോങ്സ് ടു R. It implies A B belongs to R ആണെങ്കിൽ നമുക്കറിയാം എന്താണ്? A ഈക്വൽ ടു B ആണ്. അതുപോലെ B C belongs to R ആണെങ്കിൽ എങ്ങനെ എഴുതാം? B ഈക്വൽ ടു C ആണ്. ഇതാ നോക്കിയേ, A ഈക്വൽ ടു B, B ഈക്വൽ ടു C. അങ്ങനെയാണ് A ഈക്വൽ ടു C തന്നല്ലേ? പ്രത്യേകിച്ച് അവിടെ ആലോചിക്കാനൊന്നുമില്ല. A B യോട് ഈക്വൽ ആണ്, ആ B എന്ന് പറയുന്നത് C യോട് ഈക്വൽ ആണ്. അങ്ങനെയാണ് Aയും Cയും ഈക്വൽ ആണ്. ഓക്കെ, A ഈക്വൽ ടു C. A ഈക്വൽ ടു C ആണ് നമുക്ക് എങ്ങനെ എഴുതാം? AC ബിലോങ്സ് ടു R എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ എന്താണ്? ഇത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പൊ ഇതും എന്താണ്? ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം ഇതിനകത്തിലും നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ഈക്വലൻസ് ക്ലാസ് 1 കണ്ടുപിടിക്കണം. സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1 ഇൻ ഈച്ച് കേസ്. ഈ ഓരോ ക്വസ്റ്റ്യന്റെ കേസിൽ അത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ നമ്മൾ അത് ചെയ്തായിരുന്നു, നമുക്ക് സെറ്റ് 159 എന്ന് കിട്ടി. ഇനിയിപ്പോ ഇത് ചെയ്തു വരുമ്പോൾ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഈക്വലൻസ് ക്ലാസ് എന്താണ് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ഈക്വലൻസ് ക്ലാസ് 1 ചോദിച്ചിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് അല്ലെ? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് റിലേറ്റഡ് ടു 1. റിലേറ്റഡ് ടു 1 ഇതാണ് നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? ഈക്വലൻസ് ക്ലാസ് 1 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വലൻസ് ക്ലാസ് 1 നമ്മൾ എങ്ങനെ എഴുതുന്നുള്ള പറഞ്ഞു. സെറ്റ് ഓഫ് ഓൾ x ബിലോങ്സ് ടു A സച്ച് ദാറ്റ് അല്ലെ x1 ബിലോങ്സ് ടു R. ഇങ്ങനെ ആണ് ഈക്വലൻസ് ക്ലാസിന്റെ ഫോർമുല. ഓക്കെ, ദിസ് ഈക്വൽ ടു അല്ലെ? ദിസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ x ബിലോങ്സ് ടു A സച്ച് ദാറ്റ് x1 ബിലോങ്സ് ടു R എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് x ഈക്വൽ ടു 1 ആണല്ലേ? നോക്കിയേ, AB ബിലോങ്സ് ടു R ആണെങ്കിൽ A ഈക്വൽ ടു B ആണ്. അപ്പൊ x1 ബിലോങ്സ് ടു R ആണ്, x ഈക്വൽ ടു 1. ഇനിയിപ്പോ ഇവിടെ നമ്മൾ എക്സിന്റെ വാല്യൂസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. x ഈക്വൽ ടു 1. ഇവിടെ x ഈക്വൽ ടു 1 പറഞ്ഞാൽ എക്സിന് എന്ത് കൊടുക്കണം? എക്സിന് ഇവിടെ 1 മാത്രമല്ലേ കൊടുക്കാൻ പറ്റൂ, അല്ലാതെ വേറെ വല്ലതും കൊടുക്കാൻ പറ്റും? നമുക്കിവിടെ ആകെ എക്സിന് 1 കൊടുത്താലേ 1 ഈക്വൽ ടു 1 എന്ന് കിട്ടത്തുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് 1 എന്ന് പറയുന്ന
ഒരു എലമെന്റ് മാത്രമേ കൊടുക്കാനായിട്ട് പറ്റൂ. സോ യു ഗെറ്റ് സെറ്റ് 1 ആസ് ദി ഈക്വലൻസ് ക്ലാസ് ഓഫ് 1. അപ്പൊ ഇവിടെ ഈക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ സെറ്റ് 1. അപ്പോൾ അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിലേഷൻ വിച്ച് ഈസ്, ഒന്നാമത്തെ സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോട്ട് ട്രാൻസിറ്റീവ്. അതേപോലെ തന്നെ 2, 3, 4, 5 അങ്ങനെ 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസിന് എക്സാമ്പിൾ നിങ്ങൾ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്തിലെ ആദ്യത്തെ റിലേഷൻ എടുക്കാം. ആദ്യത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിമെട്രിക് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോട്ട് ട്രാൻസിറ്റീവ് അല്ലെ. അപ്പൊ നമ്മൾ ഒന്നാമത് എടുക്കേണ്ടത് എന്തായിരിക്കണം? സിമെട്രിക് ആയിരിക്കണം അല്ലെ, പക്ഷെ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആകാൻ പാടില്ല. റിഫ്ലെക്സീവ് ആകരുത്, ട്രാൻസിറ്റീവ് ആകരുത്, എന്നാൽ സിമെട്രിക് ആയിരിക്കണം. ഇത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെറ്റ് എടുത്തിട്ട് ഒരു റിലേഷൻ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങ് എഴുതുക, അത്രേ ഉള്ളൂ. അതല്ല വലിയ പ്രയാസമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു സെറ്റ് അങ്ങ് എടുക്കുവാണ്. ഇപ്പൊ ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. ഞാനിപ്പോൾ ഇവിടെ ഒരു സെറ്റ് എടുത്തിരിക്കുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെറ്റ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1, 2, 3, 4 എടുത്തിരിക്കുന്നു. എന്നിട്ട് അതിനകത്ത് ഒരു റിലേഷൻ എടുക്കുവാണ്. ഈ റിലേഷൻ ആർ ഓൺ എ ഡിഫൈൻഡ് ബൈ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിമെട്രിക് ആയ മാത്രം മതി. ഓക്കെ, റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും ആകാൻ പാടില്ല. അപ്പൊ സിമെട്രിക് ആകുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് എടുക്കാം. ഞാനിപ്പോ ഇവിടെ 1ഉം 4ഉം എടുക്കുവാണ്. ഓക്കെ, സിമെട്രിക് ആകണം. അപ്പൊ 1, 4 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരണം? അവിടെ 4, 1 വന്നിരിക്കണം. ഇപ്പോൾ തന്നെ ഇത് സിമെട്രിക് ആയി കഴിഞ്ഞു. ഓക്കെ, ഇതിപ്പം സിമെട്രിക് ആണ്. ഇത് റിഫ്ലെക്സീവ് ആണോ? അല്ല, കാരണം 1, 1 ഇല്ല, 2, 2 ഇല്ല, 3, 3 ഇല്ല, 4, 4 ഇല്ല. അപ്പൊ ഇത് റിഫ്ലെക്സീവ് അല്ല, അതേപോലെ ട്രാൻസിറ്റീവ് അല്ല. ഇപ്പൊ നിങ്ങൾ 1, 4 പേരിനകത്തിലുണ്ട്, 4 സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്തൊരു പേരുണ്ട് 4, 1. പക്ഷെ 1, 1 ഇതിനകത്തിൽ വന്നിട്ടില്ല. അപ്പോൾ ഇത് സിമെട്രിക് ആണെന്ന റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ല. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ രണ്ടാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോക്കിയേ, ട്രാൻസിറ്റീവ് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോ സിമെട്രിക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രാൻസിറ്റീവ് ആയിരിക്കണം അല്ലെ, ട്രാൻസിറ്റീവ് ആയിരിക്കണം, എന്നാൽ റിഫ്ലെക്സീവും സിമെട്രിക്കും ആകരുത്. ഇതാണ് അടുത്ത കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതാം. ഇതേപോലെ ഒരു സെറ്റ് എടുക്കുക. നിങ്ങൾക്ക് ഒന്ന് ഈ സെറ്റ് തന്നെ ഇങ്ങോട്ട് എടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്ന് എടുക്കാം. ഞാനിപ്പോൾ വേറെ സെറ്റ് എടുക്കുവാണ്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഞാനിപ്പം 1, 2, 3 മാത്രം വെച്ചിട്ട് സെറ്റ് എടുക്കുവാണ് അല്ലെ. എ റിലേഷൻ ആർ ഓൺ എ ഡിഫൈൻഡ് ബൈ. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? സിമെട്രിക്കും റിഫ്ലെക്സീവും ആകരുത്, എന്നാൽ ട്രാൻസിറ്റീവ് ആകണം. അത് നിങ്ങൾ ട്രാൻസിറ്റീവിന്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ട്, ട്രാൻസിറ്റിവിറ്റിയുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾ ഒരു പേര് എടുത്താൽ മതി. ഇപ്പൊ നിങ്ങൾ 1, 2 ഇതിനകത്ത് എടുക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറെ പേര് നിങ്ങൾ ഇപ്പം 2, 3 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ 1, 3 ഇതിനകത്ത് ഉണ്ടാകണം. ഓക്കെ, 1, 3. ഇപ്പോൾ തന്നെ ഇത് ട്രാൻസിറ്റീവ് ആയി കഴിഞ്ഞു. ഇനി അതേപോലെ നിങ്ങൾ സിമെട്രിക് ആണോ നോക്കിയേ, 1, 2 ഉണ്ട്, പക്ഷെ ഇതിനകത്ത് 2, 1 വന്നിട്ടില്ല. അപ്പോൾ സിമെട്രിക് അല്ല, റിഫ്ലെക്സീവ് അല്ല, കാരണം 1, 1, 2, 2, 3, 3 3 പേരും വന്നിട്ടില്ല. അപ്പോൾ ഇത് എന്താണ്? ട്രാൻസിറ്റീവ് മാത്രമാണ്. ഓക്കെ, അപ്പം ഇത് ദിസ് ഇസ് ട്രാൻസിറ്റീവ് ബട്ട് നെയ്തർ റിഫ്ലെക്സീവ് നോട്ട് സിമെട്രിക്. ഇനിയിപ്പോ നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തേത് എന്താ പറഞ്ഞിരിക്കുന്നത്? റിഫ്ലെക്സീവ് ആൻഡ് സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവും സിമെട്രിക്കും ആയിരിക്കണം. റിഫ്ലെക്സീവും സിമെട്രിക്കും ആയിരിക്കണം, എന്നാൽ ട്രാൻസിറ്റീവ് ആകാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനും ഞാനിപ്പോ ഒരു സെറ്റ് എടുക്കുവാണ്. ഇപ്പൊ ലെറ്റ് എ ഈക്വൽ ടു, ഞാനിപ്പോ ഒരു സെറ്റ് എടുക്കുവാണ്. 5, 6, 7 അങ്ങനെ ഞാനൊരു സെറ്റ് എടുത്തിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിൽ ഒരു റിലേഷൻ എടുക്കുവാണ്. ആർ ഈക്വൽ ടു, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ട്രാൻസിറ്റീവ് ആകരുത്, പക്ഷെ റിഫ്ലെക്സീവും സിമെട്രിക്കും ആയിരിക്കണം. റിഫ്ലെക്സീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? 5, 5 അതിനകത്തിൽ വന്നിരിക്കണം. ഓക്കെ, 5 നമ്മൾ എടുത്തു. അതുപോലെ 6, 6 നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ 7, 7 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇത് റിഫ്ലെക്സീവ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് ട്രാൻസിറ്റീവ് ആകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസിറ്റീവ് ആകാൻ പാടില്ല. ഇപ്പൊ ട്രാൻസിറ്റീവ് ആകാൻ പാടില്ലാത്ത 2 പേർക്കും ഞാനിപ്പോ ഇങ്ങോട്ട് എടുക്കുവാണ്. ഇപ്പം ഞാനിവിടെ 5, 6ഉം അതേപോലെ തന്നെ 6, 7ഉം എടുത്തു എന്ന് വിചാരിക്കുക. ഞാനിപ്പോ ഇതിനകത്ത് 5, 6ഉം 6, 7ഉം എടുത്തു. അപ്പോൾ 5, 7
ഇതിനകത്തിൽ എടുത്തു കഴിഞ്ഞാൽ ട്രാൻസിറ്റീവ് ആകും. പക്ഷെ ഞാൻ ഇപ്പോൾ 5-7 എടുക്കുന്നില്ല, പകരം 5-6 എടുത്തു. അപ്പൊ ഞാനിവിടെ 6-5 കൂടെ കൊടുക്കുകയാണ്. കാരണം ഇത് സിമ്മട്രിക് ആകണമെന്ന് പറയുന്നുണ്ട്. അപ്പം 5-6 എടുത്ത സ്ഥിതിക്ക് 6-5 കൊടുത്തു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഈ 6-7 ഉള്ളപ്പോൾ 7-6 എടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ കണ്ടീഷൻ എല്ലാം വരുന്നുണ്ടോ നോക്കിയേ. റിഫ്ലെക്സീവ് ആയിരിക്കണം. 5-5 6-6 7-7 റിഫ്ലെക്സീവ് ആണ്. അതുപോലെ ഇത് സിമ്മട്രിക് ആയിരിക്കണം. ഇങ്ങനെ എല്ലാം തിരിച്ചിട്ടെ, 5-5 തിരിച്ചിട്ട് അത് തന്നെയാണ് 6-6, അത് തന്നെയാണ് 7-7. 5-6 6-5 ഉണ്ടോ? ഉണ്ട്. 6-7 7-6 ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അതെല്ലാം തിരിച്ചിട്ടാറുണ്ട്. ഇനി ട്രാൻസിറ്റീവ് അല്ല, നിങ്ങൾ നോക്കിയാൽ മതി. എന്താണ് 5-6 ഉണ്ട്, 6-7 ഉണ്ട്, പക്ഷേ 5-7 ഇതിനകത്ത് എങ്ങും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് അല്ല. നാലാമത്തേത് റിഫ്ലെക്സീവ് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമ്മട്രിക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിഫ്ലെക്സീവും ട്രാൻസിറ്റീവുമായിരിക്കണം, എന്നാൽ സിമ്മട്രിക് ആകാൻ പാടില്ല. അതും നമുക്ക് ഇതേപോലൊക്കെ ഉള്ള എക്സാമ്പിൾസ് കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ എ എന്നൊരു സെറ്റ് എടുത്തിരിക്കുവാണ്. എ ഈക്വൽ ടു സെറ്റ് 1 2 3. ഞാനിപ്പോ ഇങ്ങനെ ഒരു സെറ്റ് എടുക്കുവാണ്. അപ്പം നമുക്ക് റിലേഷൻ ആർ അങ്ങോട്ട് എടുക്കാം. ആർ ഈക്വൽ ടു, ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിഫ്ലെക്സീവ് ആയിരിക്കണം. റിഫ്ലെക്സീവ് ആകണമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് 1-1 വരണം, 2-2 വരണം, 3-3 വരണം. ഓക്കെ, റിഫ്ലെക്സീവ് ആയിട്ടുണ്ട്. ഇനിയിപ്പം അവർ പറയുന്നത് ട്രാൻസിറ്റീവ് കൂടെ ആയിരിക്കണം, പക്ഷെ സിമ്മട്രിക് ആകാൻ പാടില്ല. അപ്പൊ ട്രാൻസിറ്റീവ് ആകാൻ വേണ്ടി ഞാനിപ്പോ ഇതിനകത്ത് 1-2 എന്നൊരു പേർക്ക് എടുക്കുകയാണ്. 1-2. ഓക്കെ, 1-2 ഉണ്ട്, പക്ഷെ ഞാൻ 2-1 എടുക്കുന്നില്ല. കാരണം എന്താണ്? ഇത് സിമ്മട്രിക് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ 2-1 എടുത്തിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ട്രാൻസിറ്റിവിറ്റിയുടെ ഒക്കെ കണ്ടീഷൻ നോക്കുമ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആയിട്ട് വരുന്നില്ലേ? സെറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1-1 എടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ 1-1 എടുക്കുന്നു. ഈ 1-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ഒരു പേർ എടുക്കുന്നു. അത് ഇവിടെ ഉണ്ട്, 1-2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. 1-2 ABC അല്ലേ? അപ്പൊ 1-2 ഇതിനകത്തിലുണ്ട്, ഈ ആറിനകത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ നിങ്ങൾ വേറെ ഏത് കണ്ടീഷൻ നിങ്ങൾ ഇങ്ങനെ എടുത്താലും ഇങ്ങനെ വരും. എന്നിട്ട് അടുത്ത ഞാൻ 1-2 എടുക്കുന്നു. ഇവിടെ 1-2 എടുക്കുവാണ്. അതുപോലെ ഈ 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുണ്ടോ? ഉണ്ട്, 2-2 ഉണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കി 1-2, ആ 1-2 തന്നെ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഏത് പേരെടുത്ത് നോക്കിയാലും ഇത് ട്രാൻസിറ്റീവ് ആണെന്നുള്ള കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ ഇത് റിഫ്ലെക്സീവ് ആണ്, പക്ഷെ ഇത് സിമ്മട്രിക് അല്ല. കാരണം എന്താണ്? 1-2 ഉണ്ട്, എന്നാൽ ഇതിനകത്ത് 2-1 വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള സെറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ഒരുപാട് എക്സാമ്പിൾ കൊടുക്കാം. ഞാനിപ്പം എന്റേതായിട്ടുള്ള രീതി കൊടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് അതിനകത്തിലെ 5ാമത്തെ നോക്കാം. 5ാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സിമ്മട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് റിഫ്ലെക്സീവ്. എന്താ പറഞ്ഞിരിക്കുന്നത്? സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആയിരിക്കണം, എന്നാൽ റിഫ്ലെക്സീവ് ആകാൻ പാടില്ല. ഓക്കെ, അതിന് നമുക്കൊരു എക്സാമ്പിൾ കൊടുക്കാം. ഇവിടെ ഞാൻ എ എന്ന് പറഞ്ഞ സെറ്റ് 1 2 3 ആയിട്ട് എടുത്തിരിക്കുന്നു. അതുപോലെ 6 എടുക്കാം. റിലേഷൻ ആർ ഈക്വൽ ടു എന്താ പറയുക? സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആയിരിക്കണം. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം 1-2 എടുക്കുവാണ്. 1-2 എടുക്കുന്നു. അതുപോലെ ഞാൻ 2-1 എടുക്കുന്നു. കാരണം സിമ്മട്രിക് ആകണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ 1-2 ഉള്ളപ്പോൾ 2-1 വരണം. ട്രാൻസിറ്റീവ് ആകണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ 1-2 2-1 എടുത്താൽ 1-1 വരണം അല്ലേ? അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഇത് സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആയിട്ടുണ്ട്. പക്ഷെ ഇത് റിഫ്ലെക്സീവ് ആകുന്നില്ല. കാരണം എന്താണ്? 1-1 മാത്രമേ വന്നിട്ടുള്ളൂ. 2-2 3-3 ഇതിനകത്ത് വന്നിട്ടില്ല. ഈ 2-2 3-3 കൂടെ വരുമ്പോഴേ ഇത് റിഫ്ലെക്സീവ് ആകത്തുള്ളൂ. ഇപ്പൊ അവർ ഈ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് എല്ലാം വരുന്നുണ്ട്. റിഫ്ലെക്സീവ് അല്ല, ഓക്കെ, ട്രാൻസിറ്റീവ് ആണ്. 1-2 2-1 1-1 അങ്ങനെ ഏത് പേരെടുത്താലും അങ്ങനെ വരും. സിമ്മട്രിക്കുമാണ്. 1-2 ഉണ്ട്, 2-1 വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ 1-1 എടുത്താൽ തിരിച്ച് 1-1. ഓക്കെ, അങ്ങനെ എല്ലാം തിരിച്ചിട്ടാൽ അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയ കൂടെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനകത്തെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.